വിഷു എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് വിഷു ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള വീഡിയോ ലാലേട്ടൻ പ്ലേ ചെയ്ത് കാണിച്ചിരുന്നു. അക്കൂട്ടത്തിൽ നമ്മുടെ ഗബ്രിയുടെ ഫാമിലിയുടെ വീഡിയോയും ലാലേട്ടൻ പ്ലേ ചെയ്ത് കാണിച്ചു. എല്ലാ വീഡിയോകളിലും വിഷു ആശംസകൾ ലാലേട്ടനും ഏഷ്യനെറ്റിനും ബിഗ് ബോസ് വീട്ടിലെ എല്ലാവർക്കും എന്നൊക്കെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ പോലും അവിടെ ഗെയിമിനെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ അവിടെ ഗബ്രിയുടെ ഫാമിലിയുടെ വീഡിയോയിൽ മാത്രം ഗെയിമിനെ കുറിച്ച്, ഗബ്രി ഇപ്പൊ കളിക്കുന്നതിനെ കുറിച്ച്, ഇനി കളിക്കേണ്ടതിനെ കുറിച്ച് ഗബ്രിയുടെ ഫാമിലി, ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും കുട്ടികളുമാണ് വീഡിയോയിൽ വന്നിരുന്നത്. അവര് കറക്റ്റായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. സാധാരണ ഗെയിമിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആ വീഡിയോ ബിഗ് ബോസ് ഒരിക്കലും പ്ലേ ചെയ്ത് കാണാറില്ല. പക്ഷേ ഗബ്രിയുടെ ഫാമിലി പറഞ്ഞ വീഡിയോ കൃത്യമായി ബിഗ് ബോസ് അവിടെ പ്ലേ ചെയ്ത് ഗബ്രിക്ക് കാണിച്ചു കൊടുത്തു. ഗബ്രിയുടെ ചേച്ചിയുടെ ഭർത്താവാണ് അവിടെ സംസാരിച്ചത്. കൃത്യമായി ഗബ്രിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, അവിടെ പല ഇമോഷണൽ അറ്റാച്ച്മെന്റും ഗെയിമിൽ ഉണ്ടാവുക, അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒറ്റയ്ക്ക് കളിക്കുക എന്നവിടെ കൃത്യമായി പറഞ്ഞു. അതുകൂടാതെ ഗെയിമിൽ പുറത്തുനിന്നും അകത്തുനിന്നും ഒക്കെ ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം. അത് മനസ്സിലാക്കിക്കൊണ്ട് അത് ഇനിയെങ്കിലും മാറ്റി നിർത്തിക്കൊണ്ട് ഗെയിം കളിക്കണം എന്നവിടെ സൂചിപ്പിച്ചു. അവിടെ കൃത്യമായി അവര് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള ജാസ്മിനെ മാറ്റി നിർത്തണം എന്നുള്ളത്, മാറ്റി നിർത്തി ഒറ്റയ്ക്ക് തന്നെ ഗെയിം കളിക്കണം എന്നുള്ളത് കൃത്യമായി എടുത്തു പറയുന്നുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് എന്നുള്ളത് അവിടെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകാം, പക്ഷെ അത് കൂടുതലാവേണ്ട. ഗെയിമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറണം. ഇത്രയും നാൾ നിന്നതിൽ നിന്ന് വളരെ നന്നായിട്ട് ഗെയിം കളിച്ച് മുന്നേറണം. എല്ലാവർക്കും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അല്ല ഇത്. ഇപ്പൊ നിനക്കത് കിട്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നീ ഉപയോഗിക്കണം. അത് നീ വെറുതെ കളയരുത്. അവിടെ ഗെയിം കളിക്കാൻ വന്നിട്ട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് വെച്ച് അവിടെ ഇല്ലാതാക്കി കളയുന്നത് നിന്റെ ലൈഫാണ്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക എന്നാണ് അവിടെ ബ്രദർ പറഞ്ഞത്. എന്തായാലും അവിടെ അതിൽ നിന്ന് ഗബ്രിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വീട്ടുകാർ ഇഷ്ടപ്പെടുന്നില്ല ആ ഒരു ബന്ധം എന്നുള്ളത്. അതുപോലെ തന്നെ ഗബ്രി ആ കൂട്ടുകെട്ട് കൂടിക്കൊണ്ട് അവിടെ ഗെയിം കളിക്കുന്നത് ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇനിയെങ്കിലും അതിൽ നിന്ന് പുറത്തു വന്ന് ഒറ്റയ്ക്ക് ഗെയിം കളിക്കൂ എന്നാണ് കൃത്യമായി അവർ ആ വീഡിയോയിൽ പറയുകയും ചെയ്തു. അത് ബിഗ് ബോസ് പ്ലേ ചെയ്യുകയും ചെയ്തു. ഇനി ഗബ്രിയാണ് തീരുമാനിക്കേണ്ടത്, ഇനിയും ഒരുമിച്ച് നിന്ന് ഗെയിം കളിക്കണോ വേണ്ടയോ അതോ ഒറ്റയ്ക്ക് നിന്ന് കളിക്കണോ വേണ്ടയോ എന്നുള്ളത് ഇനി ഗബ്രിയുടെ തീരുമാനമാണ്.